അമ്മ എന്ന വാക്കിന് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ അർത്ഥം കൂടിയുണ്ടല്ലേ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളം ആ വാക്കിനെ ഭീതിയോടെ അല്ലെങ്കിൽ ഒരു ഞെട്ടലോടെ നോക്കി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കഴുത്തിനിടിച്ചും ഭിത്തിയിലിടിച്ചും വെള്ളത്തിൽ മുക്കിയൊക്കെ കൊന്ന അമ്മമാരെ കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല. കഴിഞ്ഞ ദിവസം നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്ന സംഭവം ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. അത്തരത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചുരുക്കം ചില കേസുകൾ മാത്രം നമുക്ക് പരിശോധിക്കാം. 2020 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കടൽ തീരത്തെ പാറയിൽ ഇടിച്ചാണ് സ്വന്തം അമ്മ കൊലപ്പെടുത്തിയത്. കാരണം വിവാഹേതര ബന്ധം. ഈ ബന്ധത്തിന് കുട്ടി ഒരു തടസ്സമാവും എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ സ്വന്തം അമ്മ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ കാരണം. 2021 ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കവേ ഗർഭം ധരിച്ച ഒരു യുവതി അഭിമാന പ്രശ്നമോർത്ത് കുട്ടിയെ കൊലപ്പെടുത്തുന്നു. 2021 27 ദിവസം മാത്രം പ്രായമുള്ള കുട്ടി നിർത്താതെ കരഞ്ഞു എന്നുള്ള കാരണത്താൽ ഭിത്തിയിലിടിച്ച് സ്വന്തം അമ്മ കൊലപ്പെടുത്തുന്നു. 2021 തന്നെ കുടുംബ വഴക്കിനെ തുടർന്ന് 2 കുട്ടികളെ സ്വന്തം അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. 1.5 മാസം മാത്രം പ്രായം ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്ന് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒരമ്മ. 2021 മൂത്ത കുട്ടിക്ക് 14 മാസം മാത്രം പ്രായം. രണ്ടാമതും ഗർഭിണിയാവുന്നു. നാണക്കേടോർത്ത് 2ാം ഗർഭവിവരം മറച്ചുവെച്ചു കുട്ടി ജനിച്ച ഉടനെ ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തിയ ഒരമ്മ. 2022 1.5 വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കിക്കൊന്നു. 2023 അമ്മയുടെ അറിവോടെ ആൺ സുഹൃത്ത് കാൽമുട്ടിൽ ഇടിച്ചു കൊന്നു. ഈ ഒരു സംഭവം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പലതവണ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. അവസാനം കാൽമുട്ടിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയത്. 2024 1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ജോലിക്ക് പോവാൻ കുട്ടി തടസ്സമാകുന്നു എന്നതോർത്ത് ആ ഒരു ചിന്തയിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ ഒരമ്മ. ഇത് കേരളത്തിൽ നടന്ന ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ കൃത്യമായ കണക്കെടുത്താൽ നമുക്കറിയാം കേരളത്തിനകത്തും പുറത്തും നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അമ്മമാരുടെ കയ്യാൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന ആഴ്ചകൾ മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള എത്രയോ കുട്ടികൾ, നവജാത ശിശുക്കളടക്കം ഒത്തിരി കുട്ടികളുണ്ട്. എന്തായാലും ഇത് ചുരുക്കം ചില കണക്കുകൾ മാത്രമാണ്. ഇനി എന്തായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ എന്തായിരിക്കും കാരണം എന്നുകൂടി നമുക്ക് നോക്കാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥയാണ്. മാനസികമായി തളർന്നു പോകുന്ന ഒരു തരം ഡിപ്രഷൻ അവസ്ഥ. അത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു. നമ്മൾ അവസാനമായി ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞു കൊന്ന ഒരു സംഭവത്തിൽ പോലും നമ്മൾ കണ്ടതാണത്. അത്തരമൊരു അവസ്ഥ സ്ത്രീകളിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ, തീർച്ചയായിട്ടും ഭർത്താവുമായുള്ള പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾ കാരണം അത് കുട്ടിയോട് തീർക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവരെ കൊലപ്പെടുത്താനും ക്രൂരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും അത് വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ, മറ്റൊരു ബന്ധം ഉണ്ടാകുമ്പോൾ ഈ കുട്ടി അതിനൊരു തടസ്സമാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും പലപ്പോഴും ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് ചെന്നെത്തുന്നു. നമ്മൾ ഇപ്പോൾ പരിശോധിച്ച കേസുകളിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അടുത്തത് സാമൂഹിക ചുറ്റുപാട്, സദാചാര ഭയം. സാമൂഹിക ചുറ്റുപാട് നമ്മൾ മുമ്പ് കണ്ടു. 14 മാസം മാത്രം പ്രായമായിരിക്കെ 2ാമതും ഗർഭിണിയാവുമ്പോൾ സമൂഹം എങ്ങനെ അതിനെ നോക്കിക്കാണും, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു നാണക്കേടാണ് അത് എന്നുള്ള ഒരു ചിന്തയുടെ പുറത്തൊക്കെ നടന്ന കൊലപാതകം. അതുപോലെ സദാചാര ഭയം, വിവാഹേതര ബന്ധത്തിൽ ഗർഭിണിയാവുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാവുമ്പോൾ അത് സമൂഹം അതിനെ ഒരു തെറ്റായ രീതിയിൽ നോക്കിക്കാണുന്നു, സദാചാര ബോധത്തോടെ നോക്കിക്കാണുന്നു. അത്തരം ഒരു ചിന്തയോടുള്ള ഭയം അതും ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഇതിൽ കണ്ടു. പക്ഷേ എന്ത് തന്നെ ന്യായം പറഞ്ഞാലും ഇത്തരത്തിലൊരു ജീവൻ എടുക്കുക, അതും വളരെ ക്രൂരമായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും ഇത്തരം പ്രതികളുടെ ഒരു ബാക്കി ജീവിതം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷകൾ, അവർക്ക് മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊലക്കുറ്റം തന്നെയാണ് ചുമത്തുന്നത്. ഭാരതീയ ന്യായ സംഹിത നിയമം 101 പ്രകാരമാണ് ഈ ഒരു ഇത് വരുന്നത്. മുമ്പ് IPC 302 ആയിരുന്നു സെഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിയമം മാറി ഭാരതീയ ന്യായ
സംഹിത 101 കൊലക്കുറ്റമായി ചുമത്തപ്പെടുന്നത്. ഇനി ഇവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സെക്ഷൻ 84 പ്രകാരം ഇവർക്ക് നിയമപരിരക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ വേണം. ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ അവരെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് നമ്മൾ നൽകുന്നില്ല. എത്രമാത്രം നമ്മൾ അവരെ ആ ഒരു സമയത്ത് അവരെ കേൾക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും നമ്മൾ അവരെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്, ചൂണ്ടിക്കാട്ടേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ സമൂഹത്തിൻ്റെ സദാചാര ചിന്താഗതിയാണെങ്കിലും സമൂഹം കൂടി ഇതിന് ഉത്തരവാദിയാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിൽ കൊലപാതകം പോലെ അത്രയും ക്രൂരമായി ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന അമ്മമാർ ഒന്ന് ഓർക്കണം, നമ്മുടെ നാട്ടിൽ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഞെരിച്ചു കൊല്ലുന്ന ഒരു ജീവനെ എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അമ്മത്തൊട്ടിൽ പോലുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ അമ്മമാരും ഓർക്കണം.